Hi dears, welcome back to my channel. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ MDC മലയാളത്തിലെ മൂന്നാമത്തെ മൊഡ്യൂളിലെ രണ്ടാമത്തെ പാർട്ട് വീഡിയോ ഓൾറെഡി നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇന്ന് എടുക്കാൻ പോകുന്നത് മൂന്നാമത്തെ പാർട്ട് വീഡിയോ ആണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നത് ഒരു സിനിമാ ഗാനവും ഒരു കവിതയുമാണ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സിനിമാ ഗാനം എന്ന് പറയുന്നത് അവിടുന്നെൻ ഗാനം കേൾക്കാൻ എന്ന് തുടങ്ങുന്ന വരികളാണ്. ഭാസ്കരൻ മാഷിൻ്റെ സാഹിത്യവും ബാബുരാജിൻ്റെ സംഗീതവും ജാനകിയുടെ ആലാപനവും നടി ശാരദയുടെ വശ്യഭാവങ്ങളും ഒന്നായി മാറുന്നൊരു സുന്ദര ഗാനം. പി ഭാസ്കരൻ സംവിധാനം ചെയ്ത പരീക്ഷ എന്ന ചലച്ചിത്രത്തിലെയാണ് ഈ ഗാനം. 1967 ഒക്ടോബർ 19 പ്രദർശനം തുടങ്ങി. റാണി ഫിലിംസിൻ്റെ ബാനറിൽ N വാസുമേനോനാണ് ഈ ചിത്രം പുറത്തിറക്കിയത്. കഥ, തിരക്കഥ, സംഭാഷണം ഇതൊക്കെ ഗോപിനാഥൻ നായരാണ് നിർവഹിച്ചത്. ആത്മസുഹൃത്തും ശുദ്ധഗതിക്കാരനുമായ നീലകണ്ഠപിള്ളയുടെ മകൻ അപ്പുവിൻ്റെ SSLC പരീക്ഷയിലെ മാർക്ക് തിരുത്താനുള്ള പ്രലോഭനത്തിന് വഴങ്ങാത്ത സത്യസന്ധനായ ഹെഡ് മാസ്റ്റർ ജനാർദ്ദന പിള്ളയുടെ കഥയാണ് ഈ ഒരു പരീക്ഷ എന്ന കഥ. ഒപ്പം നീലകണ്ഠപിള്ളയുടെ സഹോദരി പുത്രൻ വിജയൻ്റെയും ജനാർദ്ദന പിള്ളയുടെ പുത്രി യമുനയുടെയും പ്രണയം ഈ സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ 6 ഗാനങ്ങൾ യേശുദാസും ജാനകിയും ചേർന്ന് പാടി. എല്ലാ ഗാനങ്ങളും വളരെ ഹിറ്റായിരുന്നു. സംഗീതജ്ഞൻ AR റഹ്മാൻ്റെ പിതാവ് RK ശേഖറാണ് ബാബുരാജിനോടൊപ്പം ഈ ഗാനങ്ങൾക്ക് ഓർക്കസ്ട്ര ഒരുക്കിയത്. പശ്ചാത്തല സംഗീതം MB ശ്രീനിവാസൻ. പാട്ടു കേൾക്കാൻ കൊതിക്കുന്ന നായകനായി ഏത് പാട്ട് പാടണമെന്ന നായികയുടെ അങ്കലാപ്പാണ് ഈ ഒരു ഗാനത്തിലെ വിഷയം. അവളെക്കുറിച്ചുള്ള സങ്കല്പം അവനിൽ പീലി വിടർത്തുന്ന ഗാനം. പ്രണയവും നാണവും ഓരോ വാക്കിലും ചിരിയിലും നിറയുന്ന ശാരദയുടെ അഭിനയലാളിത്യം മലയാളിയുടെ മനസ്സിൽ മായാതെ വരച്ചിടുന്ന ഒരു ഗാനമാണ് അവിടുന്നെൻ ഗാനം കേൾക്കാൻ എന്ന് തുടങ്ങുന്ന ഗാനം. അടുത്തായിട്ട് പറയാൻ പോകുന്നത് കവിതയാണ്. മരണമെത്തുന്ന നേരത്ത് നീയൻ്റെ അരികിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കവിതയാണ്. അപ്പോൾ മരണത്തിൽ നിന്നും വരെ ഉയർത്തെഴുന്നേൽപ്പിന് സഹായിക്കുന്ന ഒരു സാന്നിധ്യമാണ് പ്രണയം എന്ന് പറയുന്നത്. കവിയുടെ ഉള്ളുതൊട്ട പ്രണയ കവിത. ചങ്ങമ്പുഴയുടെ കവിതയാണിത്. ചങ്ങമ്പുഴ കവിതയുടെ മുഖ്യ ആകർഷകമായിട്ട് റഫീഖ് അഹമ്മദ് തന്നെ ചൂണ്ടിക്കാണിച്ച ഭാഷയുടെ ലാളിത്യവും ആത്മാർത്ഥതയും ഈ ഒരു കവിതയിൽ തെളിയുന്നുണ്ട്. ഒരു മനുഷ്യായുസ്സിൽ വിലപ്പെട്ട നിമിഷങ്ങൾ പ്രണയത്തിൻ്റെതായിരുന്നു എന്നാണ് കവിത പറയുന്നത്. ഒരായുസ്സിൽ പഞ്ചേന്ദ്രിയങ്ങൾ സമ്മാനിച്ച അനേകം അനുഭവങ്ങൾ, ഓർമ്മ വെച്ച നാൾ മുതൽ തിരിച്ചറിഞ്ഞിട്ടുള്ള ആളുകൾ, എന്നാൽ ഇനി താനില്ല എന്നുറപ്പായതിനു ശേഷം അവളുടെ അല്ലെങ്കിൽ അവൻ്റെ സാന്നിധ്യമാണ് ആഗ്രഹിക്കുന്നത്. അവസാനമായി കേൾക്കുന്ന സ്വരവും അവസാനം അനുഭവിക്കുന്ന ഗന്ധവും കണ്ണിൽ പതിയേണ്ട രൂപവും പ്രണയിനിയുടേതാണ്. ഇവിടെ മനുഷ്യജീവിതത്തിൻ്റെ ഏറ്റവും ഉത്കട സ്ഥാനത്താണ് പ്രണയം പ്രതിഷ്ഠിക്കപ്പെടുന്നത്. മരണത്തിൽ പോലും പ്രതീക്ഷ കണ്ടെത്താൻ പ്രണയത്തിലെ ഓർമ്മകൾ മതിയെന്നാണ് കവി പറയുന്നത്. എന്നിട്ടും എന്താണ് ചരിത്രം പ്രണയത്തെ അവഗണിക്കുന്നത്? അങ്ങനെ അവഗണിക്കേണ്ടി വരുന്നതാണോ പ്രണയം? അത് കാൽപ്പനികമല്ല, യാഥാർത്ഥ്യങ്ങളും അതിലുണ്ട്. പച്ചയായ മനുഷ്യ ജീവിതത്തോട് അടുത്തു നിൽക്കുന്നു ചില യാഥാർത്ഥ്യങ്ങൾ. അവിടെ ചിലപ്പോൾ പ്രണയം പരാജയപ്പെട്ടു എന്ന് വരാം. അനശ്വരമായിട്ടുള്ള ഒരു അനുഭൂതിയാണ് പ്രണയം. ആ പ്രണയത്തെക്കുറിച്ചാണ് ഈ ഒരു കവിതയിൽ വിവരിച്ചിരിക്കുന്നത്. ഇതോടുകൂടി നമ്മുടെ 3rd മൊഡ്യൂൾ അവസാനിച്ചിരിക്കുകയാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.